അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ശരീരവും ആത്മാവും ചേർന്നതാണ് നഫ്സ്. ആത്മാവ് പരിശുദ്ധമാണ്. ആത്മാവ് ശരീരത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ അതിനെ ശുദ്ധീകരിക്കൽ എല്ലാവർക്കും അത്യാവശ്യമായി വന്നു. ശരീരം ഇച്ഛകൾക്ക് അടിമപ്പെടുന്നു. ലക്ഷക്കണക്കിന് പ്രവാചകന്മാരെ അള്ളാഹു ഈ ലോകത്തേക്ക് അയച്ചത് ഈ ലോകത്തിലുള്ള മനുഷ്യരുടെ നഫ്സ് ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ്. നഫ്സിനെ ശുദ്ധീകരിച്ചവൻ തീർച്ചയായും വിജയിച്ചു. 10 വർഷത്തോളം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളുടെ നഫ്സിനെ പരിശുദ്ധ ഖുർആൻ അതിൻ്റെ തനതായ ശൈലിയിൽ പാരായണം ചെയ്തു കൊടുത്ത് ശുദ്ധീകരിച്ചെടുത്തു. തൗഹീദ് പഠിപ്പിച്ചതും ഏകദേശം 10 വർഷക്കാലമാണ്. തൗഹീദ് ഉറച്ചതിന് ശേഷം ആത്മാവിനെ ശുദ്ധീകരിച്ചതിന് ശേഷവുമാണ് 5 വക്ത് നിസ്കാരം അള്ളാഹു നിർബന്ധമാക്കിയത്. നഫ്സ് ശുദ്ധീകരിക്കാതെയുള്ള നിസ്കാരം അള്ളാഹു സ്വീകരിക്കുകയില്ല. എന്നാൽ പരിശുദ്ധ ഖുർആൻ പറയുന്നു, നിങ്ങൾ ഐഹിക ജീവിതത്തിനെയാണ് തിരഞ്ഞെടുക്കുന്നത്, അതായത് അതിനാണ് നിങ്ങൾ മുൻഗണന നൽകുന്നത്. പരലോകമാണ് ഏറ്റവും ഉത്തമമായതും എന്നും അവശേഷിക്കുന്നതും. ശരീരത്തിൻ്റെ നിസ്കാരം, റൂഹിൻ്റെ നിസ്കാരം, റൂഹും ശരീരവും ഒന്നിച്ചുകൂടിയ നഫ്സിൻ്റെ നിസ്കാരം. ഇങ്ങനെ അതിൻ്റെ വ്യത്യസ്തത പഠിച്ചാൽ നമുക്ക് അറിയാൻ കഴിയും. പരിശുദ്ധ ഖുർആൻ അത്ഭുതങ്ങളുടെ കലവറയാണ്. കഴിഞ്ഞുപോയതും വർത്തമാനകാലത്ത് നടന്നുകൊണ്ടിരിക്കുന്നതും ഭാവിയിൽ വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു മഹാത്ഭുത ഗ്രന്ഥമാണ്. വായിച്ചാലും കേട്ടാലും മതിവരാത്ത മാസ്മരികതയുള്ള ഖുർആനിൻ്റെ അത്ഭുതങ്ങളിലേക്ക് അല്പമൊന്ന് നമുക്ക് എത്തി നോക്കാം. പ്രപഞ്ചത്തിലെ എല്ലാത്തിനെക്കുറിച്ചും അറിവുള്ളവനും ഒന്നും അറിയാത്തവനും ഈ ലോകത്തിലെ എല്ലാം അറിയുന്ന, എല്ലാം കേൾക്കുന്ന, എല്ലാം കാണുന്ന, എല്ലാത്തിനും കഴിവുള്ള, എന്നൊന്നും ജീവിക്കുന്ന, തുടക്കമോ അവസാനമോ ഇല്ലാത്ത, എല്ലാ സൃഷ്ടികളോടും വ്യത്യസ്തനായ, സ്വയം നിലനിൽക്കുന്ന, ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും ഒരു ഉദ്ദേശമുള്ള, സർവഭാഷയിലും സംസാരിക്കാൻ കഴിവുള്ള, രഹസ്യവും പരസ്യവും ഇല്ലാത്ത ഏകനായ അള്ളാഹുവിനെ അറിഞ്ഞവനിൽ ലയിച്ചു ചേർന്ന് അവന് ഇബാദത്ത് ചെയ്ത് രസം കണ്ടെത്തി അവനിലേക്ക് എത്തിച്ചേരുമ്പോൾ മാത്രമാണ് അവനുദ്ദേശിച്ച നമ്മുടെ ഈ ലോകത്തിലുള്ള ജീവിതം അർത്ഥപൂർണമാവുന്നത്. ഞാനാകുന്ന അറിവ് തിരമാലകൾ നിലക്കാത്ത കടലാണ്. അതിൻ്റെ അടിത്തട്ടിലാണ് മുത്തൊളിഞ്ഞിരിക്കുന്നത്. മുങ്ങൽ വിദഗ്ധന്മാരോട് മുത്തൊളിഞ്ഞു കിടക്കുന്ന ചിപ്പിയെക്കുറിച്ച് അന്വേഷിക്കുക. നമുക്ക് തുടങ്ങാം. ശബ്ദകോലാഹലങ്ങളില്ലാതെ വിനയാന്വിതനായി. വിജ്ഞാനം, വിനയം, സേവനം. ഒരാൾക്ക് യഥാർത്ഥ അറിവ് ലഭിച്ചാൽ അവൻ വിനയാന്വിതനാകും. വിനയമുള്ളവർക്ക് മാത്രമേ യഥാർത്ഥ രൂപത്തിൽ മറ്റുള്ളവർക്ക് സേവനം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഈ പ്രപഞ്ചം തുറന്നു വെക്കപ്പെട്ട ഒരു ഗ്രന്ഥമാണ്. എത്രയോ വിജ്ഞാനങ്ങൾ പരന്നു കിടക്കുന്നു. ഇതൊന്ന് തുറന്നു നോക്കാൻ, വായിച്ചു പഠിക്കാൻ സമയം കണ്ടെത്തുന്നവനും ചിന്തിച്ച് യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നവനുമാണ് യഥാർത്ഥ ബുദ്ധിമാൻ. 28 അക്ഷരങ്ങളിൽ കോർത്തിണക്കിയ മുത്തുമാലയാണ് ഖുർആൻ. അക്ഷരങ്ങളിലൂടെ, പദങ്ങളിലൂടെ, തനതായ പാരായണ ശൈലിയിലൂടെ ആശയം മനസ്സിലാക്കി ഓതിപ്പഠിക്കാൻ ഈ സംരംഭത്തിലൂടെ സർവശക്തൻ തൗഫീക്ക് നൽകട്ടെ. ആമീൻ.